ഫ്രണ്ട്സ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ IT കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ജൂനിയർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇവിടെ എത്ര നിങ്ങൾക്ക് അതൊക്കെ ട്രേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാം, ഇലക്ട്രോണിക്സ് മെക്കാനിക് 275 വേക്കൻസി, ഇലക്ട്രീഷ്യന് നിങ്ങൾക്ക് 225 വേക്കൻസി, ഫിറ്റർ 550. ഈ 3 ട്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതത് ട്രേഡുകളിൽ നിങ്ങൾ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 16/1/2024 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും നിശ്ചിതമായുള്ള. ദെൻ കൺസോളിഡേറ്റഡ് പേയ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 22,528 പെർ മന്ത് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പെർമനൻറ്റ് വേക്കൻസി അല്ല, കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. ഫിക്സഡ് ആയിട്ടുള്ളൊരു നിശ്ചിത 4 മാസത്തേക്കാണ് ഇതിൻ്റെ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ കമ്പനിയുടെ റിക്വയർമെൻറ്റിനും പ്രൊജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും കിട്ടുന്നതാണ്. പിന്നെ അവിടെ എന്താണ് അവരുടെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞു IT പാസ്സായിരിക്കുക, 2 ഇയർ ഡ്യൂറേഷനുള്ള IT പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡ് ഒന്നെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഫിറ്റർ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ IT 2 വർഷം ഡ്യൂറേഷനിൽ IT കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ഒരു വർഷത്തെ അപ്രന്റീഷിപ്പും കൂടെ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്രന്റീഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പല കമൻറ്റുകളും കാണാറുണ്ട്, അപ്രന്റീഷിപ്പ് ചെയ്ത് വേസ്റ്റ് ആണെന്നൊക്കെ. അപ്പോൾ ഇത്തരം ഇതിൻ്റെ ടെമ്പററി അല്ല പെർമനൻറ്റ് നോട്ടിഫിക്കേഷനിലും അപ്രന്റീഷിപ്പ് ചില എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI പ്ലസ് 1 വർഷം അപ്രന്റീഷിപ്പും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അപ്രന്റീഷിപ്പ് ചെയ്തവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അത് മാത്രം പോരാ, നിങ്ങൾ ഈ ITIയും അപ്രന്റീഷിപ്പും കഴിഞ്ഞിട്ട് നിങ്ങൾ മിനിമം 1 വർഷം ഡ്യൂറേഷൻ നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസും വേണം എന്നുള്ളതാണ് കേട്ടോ. അത് ഈ പറയുന്ന മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഈ പറയുന്ന പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു കമ്പനികളിലെ ഏതെങ്കിലും വലിയ കമ്പനികളിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ITI വേണം, പ്ലസ് നിങ്ങൾക്ക് എന്താണ് 1 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീഷിപ്പും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് ഈ 2 ITIയും അപ്രന്റീഷിപ്പും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് 1 വർഷം ഡ്യൂറേഷനുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്ങിൽ ഉള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളിലൊരു എന്താണ് നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അങ്ങനെ ഈ 3 കാര്യങ്ങളുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ റിസർവേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1100 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസി കേട്ടോ. SC/ST OBC ജനറൽ EWSൻ്റെ ഒക്കെ വേക്കൻസികൾ കാണാൻ നിങ്ങൾക്ക്. ഏജ് റിലാക്സേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മാത്രമാണ് ഇതിലേക്ക് ഉണ്ടാകുക. എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ITIയിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് ഉണ്ടല്ലോ, ITIയിൽ കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ITIയിൽ നിങ്ങൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല പിന്നെ എക്സ്പീരിയൻസിന് നിശ്ചിതമായുള്ള വെയിറ്റേജ് ഉണ്ടാകും. അപ്പോൾ എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്കും ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിനിമം എക്സ്പീരിയൻസിനും അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാണാം, 10/1/2024 ജനുവരി 10-നാണ് ഇത് അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഓൺലൈൻ ഫില്ലിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 16-ആണ്. അത് 6 ദിവസം നമുക്ക് എന്താണ് ഏകദേശം 7 ദിവസം അല്ലേ നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ. ഓക്കെ, ടോട്ടൽ 7 വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഒക്കെ ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് മെയിലൊക്കെ വരും, മെയിലൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് വരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ, ഡേറ്റ് കാര്യങ്ങൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഡയറക്റ്റ് ലിങ്ക് ഞാൻ തരാം. ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ വിളിക്കുന്ന സമയത്ത് ഈ ലിങ്കിൽ തന്നെ വന്ന് നോക്കിയാൽ മതി. ഇവിടെ കാണിക്കും ഡേറ്റ് എന്നാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകേണ്ടത് എന്നുള്ളത്. നിങ്ങൾ സെലക്ട് ആയാലും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലൊക്കെ വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ അപ്ലൈ ചെയ്ത ആ ഒരു ഫോം നമ്മൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. അതിനുള്ള ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു റീപ്രിൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് റീപ്രിൻ്റ് എടുക്കാം. ഇനി അപ്ലൈ ചെയ്യാൻ എവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ JTC നിങ്ങൾക്ക് കാണാം, ഗ്രേഡ് 2 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ നമ്മളൊന്നും ചെയ്യേണ്ട, അത് നമുക്ക്
നമ്മുടെ അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അത് വീണ്ടെടുക്കാനുള്ള ഓപ്ഷനാണ്. ടെമ്പററി ഐ ഡിയും ഡേറ്റും കൊടുത്ത് അടിച്ച് നമുക്ക് നമ്മളെ അപേക്ഷ വീണ്ടെടുക്കാം. നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ളതാണത്. പിന്നെ ഇനി അഡ്വർടൈസ്മെൻറ്റ് നമ്പറാണ് നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്നത്. 1/2024 സെലക്ട് ചെയ്യുക. ഏത് പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കാണാം ജൂനിയർ ടെക്നീഷ്യൻ ഓൺ കോൺട്രാക്ട് എന്നുള്ളതുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അപേക്ഷാ ഫോമോടെ ഓപ്പൺ മീൻസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുന്ന അപേക്ഷാ ഫോമോടെ ഓപ്പൺ ആവും. ഇതിൽ നിങ്ങളുടെ പേര്, മെയിൽ, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ താമസിക്കുന്നത് വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ പാൻ കാർഡ് നമ്പറൊന്നും നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ബ്ലാങ്ക് ആക്കി വിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർ ഇട്ട ഭാഗങ്ങളൊക്കെയാണ് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ഫില്ല് ചെയ്യേണ്ടത്, ഫാദറിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നമ്മളിവിടെ ഫില്ല് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി എന്നുള്ള. അപ്പോൾ ഈ പറയുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് വാലിഡേറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലും എറർ ഉണ്ട് ഇവിടെ കാണിക്കും. എന്നാലാണ് നമുക്ക് ഈ പറയുന്ന എന്താണ് നമ്മുടെ അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞിട്ട് പെർമനൻറ്റ് അഡ്രസ്സ് നമ്മുടെ ഈ പറയുന്ന കറസ്പോണ്ടൻസ് അഡ്രസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെങ്കിൽ ഇവിടെ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കോപ്പി എന്ന് വെച്ചാൽ മോൾ അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിക്കോളൂ. അത് വാലിഡേറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പ്രൈമറി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൂടെ ചോദിക്കുന്നുണ്ട്. നെയിം ഓഫ് ഡിഗ്രി, നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ സെലക്ട് ചെയ്യാൻ, എന്നിട്ട് വാലിഡേറ്റ് ക്വാളിഫിക്കേഷൻ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ സർട്ടിഫിക്കേഷനാണ്. നമുക്ക് ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മളിവിടെ ടിക്ക് ചെയ്യുക, എന്നിട്ട് വാലിഡേറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ക്വാളിഫിക്കേഷൻ മുതൽ എന്ത് ചെയ്യുക, ആദ്യം 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കോളത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ ITയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി എനിക്ക് വീണ്ടും എന്താണ് ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ക്വാളിഫിക്കേഷനുള്ള ബട്ടൺ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് വരാത്ത നമ്മൾ മുകളിലുള്ള ഓരോന്നും വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളം റെഡി ആവുള്ളൂ. എന്നിട്ട് വാലിഡേറ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. 400 ക്യാരക്ടറിൽ കൂടെ കവിയാതെ നിങ്ങൾക്ക് ഇവിടെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർബന്ധമല്ല. ഇതിനകത്ത് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഫില്ല് ചെയ്യണം. നിങ്ങൾ ഏത് കമ്പനിയിലാണ്, എത്ര പീരീഡ് ഓഫ് ടൈം എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം 2 റെഫറൻസസ് എന്നുള്ള ഭാഗമുണ്ട്. അത് നിങ്ങളെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾ, നിങ്ങളുടെ കുടുംബം റിലേറ്റീവ്സ് ഒന്നും ആകാൻ പാടില്ല. നിങ്ങളെ പേഴ്സണൽ, നിങ്ങളുടെ അക്കാദമിക് കാര്യങ്ങളൊക്കെ അറിയുന്നത്, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സോ അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് നിങ്ങൾ അവരുടെ നമ്പറും അവർ തമ്മിലുള്ള റിലേഷൻ, മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കട്ടോ. അതിൽ തന്നെ ഇവിടെ പോസ്റ്റ് ഹെൽഡ് എന്ന് വെച്ചാൽ അവർ എന്താണ് അവരുടെ ആ ഒരു ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളത് കൊടുക്കുക, ഒരു ജോലി എന്താണെന്നുള്ളത്. അതിനുശേഷം ഇവിടെ ലാംഗ്വേജസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജസ് ഇവിടെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അത് മലയാളം അല്ലെങ്കിൽ സ്പീക്ക്, റീഡ്, റൈറ്റ്, ഇംഗ്ലീഷ് കൊടുക്കുക. അങ്ങനെ ഇത് ടിക്ക് ചെയ്യുക. ശേഷം അപ്ലോഡ് ഡീറ്റെയിൽസ് ആണ്. ഇത് ഓരോന്ന് നമ്മൾ ഫില്ല് ചെയ്തിട്ട് വാലിഡേറ്റ് കൊടുക്കണം കേട്ടോ. അപ്ലോഡ് ഡീറ്റെയിൽസിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും എന്ത് ചെയ്യുക, അതിൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇത് ഫില്ല് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടൈം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് വ്യൂസ് കുറവാണ്, വീഡിയോയുടെ ലെങ്ത് ഒക്കെ കൂടുന്നുണ്ട്, ഒരുപാട് ആളുകൾ കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ അധികം ഓൺലൈൻ ഫോം ഫില്ലിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ്, നിങ്ങളുടെ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാം. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റയിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ, ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്ത് തരാവുന്നതാണ്. നിശ്ചിതമായുള്ളൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാൻ, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഇത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.